ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ദൈവകാരം വെളിപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് മഹത്വം. ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവിന് മഹത്വം. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ദൈവ വചന ധ്യാനത്തിനായി അല്പസമയം നമുക്ക് സമയം വേർതിരിക്കാം. ആമേൻ. സ്തോത്രം. നമുക്ക് ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ദേവദാസൻ ഒന്ന് വായിക്കുമോ? മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ കൃപ കർത്താവേ സ്തോത്രം ചെയ്യും. ആമേൻ. യോഹന്നാൻ സ്നാപകന്റെ നാള് മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ഇന്നേ വരെ ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ ഈ സ്വർഗരാജ്യം ആമേൻ സ്തോത്രം ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, നമ്മളൊന്നും അങ്ങനെ ആരെയും ഒന്നും ബലാത്കാരം ചെയ്യുന്നവരല്ല. ബലാത്കാരം ഒരു പാപമാണെന്ന് നമുക്കറിയാം. ആമേൻ. സ്തോത്രം. ഇവിടെ ദൈവവചനം ഈ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ആമേൻ സ്തോത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബലാത്കാരമല്ല. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ രാജ്യം, സ്വർഗത്തിന്റെ രാജ്യം ആർക്കും പ്രാപിക്കത്തക്ക നിലവാരത്തിൽ ആമേൻ സ്തോത്രം ദൈവം ഇത് കൃപയാൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കാം. ആമേൻ. സ്തോത്രം. എനിക്ക് ഇത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവസന്നിധിയിലേക്ക് വന്ന് ഇതിനെ പ്രാപിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ ആമേൻ സ്തോത്രം എനിക്ക് പ്രാപിച്ചേ പറ്റൂ എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹമുള്ളവർ ഇത് ദൈവസന്നിധിയിൽ വരുന്നു, പ്രാപിക്കുന്നു. ആമേൻ. സ്തോത്രം. കർത്താവ് പറയുന്നു ആമേൻ സ്തോത്രം ദൈവരാജ്യം ചിലർ ബലാത്കാരം ചെയ്യുന്നു. ആമേൻ. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അലസന്മാർക്കും അടിയന്മാർക്കും ഇതൊന്നും ലഭിക്കുന്നില്ല. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ അനുഗ്രഹം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ രാജ്യം ആമേൻ സ്തോത്രം ദൈവം എല്ലാവരും പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഒരു കൂട്ടം ആൾക്കാർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും ബലാത്കാരനെ അല്ലെ തീഷ്ണതയോടെ ആമേൻ സ്തോത്രം എനിക്കിത് പ്രാപിച്ചേ പറ്റൂ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിലുള്ള അനുഗ്രഹങ്ങൾ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സന്തോഷം, എന്റെ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സമാധാനം, ഇതെല്ലാം എനിക്ക് പ്രാപിക്കണമെന്ന് തീഷ്ണമായ ആഗ്രഹമുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും ഇതിനെ പ്രാപിക്കുകയും ചെയ്യുന്നു. ആമേൻ സ്തോത്രം. ഇതിനെ ബലാത്കാരേണ പ്രാപിക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ ആമേൻ സ്തോത്രം അലസരും മടിയരുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയില്ല. ദൈവ സൗജന്യമായി കൊടുക്കാൻ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അവർ പ്രാപിക്കുന്നില്ല. ആമേൻ സ്തോത്രം. കർത്താവിന്റെ ശുശ്രൂഷ കാലത്ത് ആമേൻ സ്തോത്രം ഒരു സഹോദരി, ഒരു സ്ത്രീ ആമേൻ സ്തോത്രം 12 വർഷമായി അവർക്ക് രക്തസ്രാവം. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഈ 12 വർഷമായി രക്തസ്രാവമുള്ള ഈ സഹോദരിക്ക് ആമേൻ സ്തോത്രം ആ ഒരു രക്തസ്രാവം ഉള്ളവർക്ക് പൊതുസ്ഥലത്ത് ഇറങ്ങി നടന്നുകൂടാ, പുരുഷന്മാരെ തൊട്ടുകൂടാ എന്നൊക്കെ ഈ നിയമമുള്ള ദേശത്ത് ആമേൻ സ്തോത്രം അവൾ ഒരു വർത്തമാനം കേട്ടു. യേശു കർത്താവ് മുഖാന്തരം അനേകർ സൗഖ്യമാകും. ആമേൻ സ്തോത്രം. അവൾ വിശ്വസിച്ചു. യേശുവിന്റെ അടുത്ത് ചെല്ലുകയോ യേശുവിനെ തൊടുകയോ ചെയ്താൽ എനിക്ക് സൗഖ്യമുണ്ടാവും. ആമേൻ സ്തോത്രം. എന്നാൽ നിലവിൽ അന്ന് സമൂഹത്തിൽ നിൽക്കുന്ന നിയമങ്ങൾ അവൾക്കൊരു പുറസ്ഥലത്തേക്ക് അല്ലെ പൊതുസ്ഥലത്തേക്ക് ചെല്ലുവാനോ ആമേൻ സ്തോത്രം ഒരു പുരുഷനെ തൊടുവാനോ ഒന്നും യോഗ്യമല്ല, നിയമം അനുകൂലമല്ല. ആമേൻ സ്തോത്രം. പക്ഷേ നിയമം അനുകൂലമല്ലാത്തത് കൊണ്ട് അവൾ തന്റെ വീട്ടിൽ മടി പിടിച്ച് അലസമായി ഇരിക്കുകയല്ല, അവൾ കർത്താവിനെ അന്വേഷിച്ചിറങ്ങി. ആമേൻ സ്തോത്രം. അവൾക്കൊരു പുരുഷനെ തൊടാൻ പറ്റത്തില്ല. അവൾ ചിന്തിച്ചു അവൻ
ആമേൻ സ്തോത്രം. അവള് ഹൃദയത്തിൽ പറഞ്ഞു, അവന്റെ തൊങ്ങൽ, വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ട, ആമേൻ സ്തോത്രം, എനിക്ക് സൗഖ്യം ലഭിക്കും. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. 12 വർഷമായി അവൾ രക്തസ്രാവത്തോടെ ആയിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ അവള് അത് ഇനി 13ാം വർഷത്തിലേക്ക് നീട്ടുവാൻ അവൾ തയ്യാറായില്ല. ആമേൻ സ്തോത്രം. എനിക്ക് ദൈവസന്നിധിയിലുള്ള അനുഗ്രഹം, ആമേൻ സ്തോത്രം, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ, ഈ സീസണിൽ കർത്താവിനെ ഇപ്പോൾ കണ്ട സമയത്ത് തന്നെ പ്രാപിക്കണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ അവൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന തലത്തിലേക്ക് വന്നു. അവൾ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ആമേൻ സ്തോത്രം. അവൾ സൗഖ്യമായി. ആമേൻ സ്തോത്രം. അവൾക്ക്, ആമേൻ സ്തോത്രം, അവൾ ദൈവിക അനുഗ്രഹങ്ങളെ ബലാത്കാരേണ പ്രാപിച്ചു. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ലോകത്തെ മനുഷ്യരെ പോലെ അവൾക്കും വേണ്ടെങ്കിൽ പിന്നോട്ട് മടിച്ചു നിൽക്കാമായിരുന്നു. എനിക്ക് ഈ അനുഗ്രഹം യേശുവിന്റെ അടുത്ത് പോയി പ്രാപിക്കുന്നതിന് പല തടസ്സമുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ തടസ്സങ്ങളെയെല്ലാം അവഗണിച്ച് അവൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന്, ആമേൻ സ്തോത്രം, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചു. ആമേൻ സ്തോത്രം. നമുക്ക് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിന്റെ കൂടെ എലീശ എന്ന അവന്റെ പ്രവാചക ശിഷ്യൻ കൂടെ നടക്കുക. ആമേൻ സ്തോത്രം. കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ, ഏലിയാവിൽ നിന്ന്, ആമേൻ സ്തോത്രം, ഇരട്ടി പങ്കിന്റെ അഭിഷേകം പ്രാപിക്കാൻ സമയമായപ്പോൾ ഏലിയാവ് പറഞ്ഞു, ആമേൻ സ്തോത്രം, എലീശയെ, നീ ഇവിടെ ഗിൽഗാലിൽ പാർത്തു. ആമേൻ സ്തോത്രം, ഞാൻ ബഥേലിലേക്ക് പോവുക. ആമേൻ സ്തോത്രം. എലീശ അതിന് തയ്യാറായില്ല. എലീശ പറഞ്ഞു, നിന്നാണ് എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകത്തില്ല. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. പിന്നെയും ബഥേലിൽ ചെന്നപ്പോൾ, ആമേൻ സ്തോത്രം, ഏലിയാവ് പറഞ്ഞു, നീ ഇവിടെ പാർത്തു, ഞാൻ ഇവിടുന്നും യെരിഹോവിലേക്ക് പോവുകയാണ്. ആമേൻ സ്തോത്രം. നീ ഇവിടെ പാർത്തോളാൻ പറഞ്ഞു. എലീശ പറഞ്ഞു, ഞാൻ ഇവിടെ പാർക്കത്തില്ല, നിന്നാണ്, നിന്റെ ജീവനാണ്, യഹോവയാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ആമേൻ സ്തോത്രം, നിന്റെ പിന്നാലെ തന്നെ വരും. ആമേൻ സ്തോത്രം. യെരിഹോവിൽ നിന്നും ഏലിയാവ് യോർദാനിലേക്ക് പോയപ്പോൾ അവിടെയും എലീശ പിന്നാലെ പോയി. ആമേൻ സ്തോത്രം. അവിടെ വെച്ച് ഏലിയാവ് അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരട്ടെ എന്ന് അവൻ പറഞ്ഞു. ആമേൻ സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, നീ ചോദിക്കുന്നത് വലിയ പറ്റാത്ത വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആമേൻ സ്തോത്രം. എന്നാൽ ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നു എങ്കിൽ അത് നിനക്ക് ലഭിക്കും എന്ന് മലയാളം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഞാൻ എടുക്കപ്പെടുമ്പോൾ എന്നെ കാണുന്നു എന്ന് എഴുതിയിരിക്കുന്നു എങ്കിലും, ആമേൻ സ്തോത്രം, അതിന്റെ മറ്റ് തർജ്ജിമകൾ പഠിച്ചാൽ, ആമേൻ സ്തോത്രം, ഞാൻ എടുക്കപ്പെടുമ്പോൾ, ഞാൻ സ്വർഗം തുറന്നാ എടുക്കപ്പെടുന്നത്, ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ ആ തുറന്ന സ്വർഗം കാണുമെങ്കിൽ നിനക്കത് ലഭിക്കും എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, മനുഷ്യന്റെ കയ്യിലല്ല ഇതിരിക്കുന്നത്, ഉയരത്തിനായി അനുഗ്രഹങ്ങൾ വരുന്നത്. ആമേൻ സ്തോത്രം. സ്വർഗം തുറന്ന് ഏലിയാവിനെ എടുക്കപ്പെടും. ആമേൻ സ്തോത്രം. അപ്പോൾ ആ തുറന്ന സ്വർഗം നീ കാണുന്നു എങ്കിൽ നീ അത് പ്രാപിക്കും. ആമേൻ സ്തോത്രം. അങ്ങനെ ഏലിയാവ് എടുക്കപ്പെടുന്നത് എലീശ കണ്ടു. ആമേൻ സ്തോത്രം. ഏലിയാവിന്റെ പുതപ്പ് അവന്റെ മേൽ വന്നു. ആമേൻ സ്തോത്രം. യോർദാനെ പിളർന്നാണ് ഏലിയാവ് അക്കരെ കടന്നതെങ്കിൽ, ആമേൻ സ്തോത്രം, അതേ ശുശ്രൂഷ ചെയ്തുകൊണ്ട് എലീശ തിരിച്ചു വരുവാനിടയായി. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. 50ഓളം പ്രവാചക ശിഷ്യന്മാർ അവൻ എതിരായിട്ട് ഇവിടെ നിൽക്കുക. അവൻ പോയിട്ട് എന്തോ പ്രാപിക്കും, ആമേൻ സ്തോത്രം, എവര് വല്ലതും ലഭിക്കുമോ, ആമേൻ സ്തോത്രം എന്ന് നോക്കിക്കൊണ്ട് അവൻ എതിരായി നിൽക്കുന്ന പ്രവാചക ശിഷ്യന്മാരുടെ അടുത്തേക്ക് അവൻ യോർദാനെ പിളക്കി വന്നപ്പോൾ, ആമേൻ സ്തോത്രം, അവർ അവനെ വീണ് നമസ്കരിച്ചു. അവർക്ക് മനസ്സിലായി ഏലിയാവിൽ വ്യാപരിച്ച ആത്മശക്തി എലീശയിൽ വ്യാപരിക്കുന്നു. ആമേൻ സ്തോത്രം. അത് മനസ്സിലാക്കി ഈ എതിരെ നിന്ന പ്രവാചക ശിഷ്യന്മാർ അപ്പോൾ അവനെ വീണ് നമസ്കരിക്കുന്ന നിലവാരത്തിൽ, അല്ലെ അവനെ അംഗീകരിക്കുന്ന, ഏലിയാവിന് പകരം അടുത്ത പ്രവാചകൻ, ശക്തനായ പ്രവാചകനായിട്ട് ആ എലീശയെ എതിരായി നിന്നവർ അംഗീകരിക്കുന്നു. ആമേൻ സ്തോത്രം. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ആമേൻ സ്തോത്രം, ദൈവം എല്ലാവർക്കും അവസരം കൊടുത്തിരിക്കുക. ആമേൻ സ്തോത്രം. എന്നാൽ ബലാത്കാരികൾ ഇത് ബലാത്കാരമാണ് പ്രാപിക്കുന്നത്. ആമേൻ സ്തോത്രം. അലസനും മടിയനും ഒന്നും പ്രാപിക്കുന്നില്ല. ആമേൻ സ്തോത്രം. അവർക്ക് ദൈവസന്നിധിയിൽ വരുന്നത് തന്നെ വിഷമമാണ്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു എന്ന, ആമേൻ സ്തോത്രം, 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീയും, ആമേൻ സ്തോത്രം, എലീശയും ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചു. ആമേൻ സ്തോത്രം. കാര്യം അവർക്ക് തീക്ഷ്ണമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കിത് പ്രാപിച്ചേ പറ്റൂ. ആമേൻ സ്തോത്രം. അപ്പോൾ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം, അവരെ നിരാശരാക്കി മടക്കി അയക്കാത്ത ഒരു നല്ല ദൈവം നമുക്കുള്ളതിനായി സ്തോത്രം. ആമേൻ സ്തോത്രം. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ധാരാളം അനുഗ്രഹങ്ങൾ
ആമേൻ സ്വതന്ത്രം അവൻ മഴ പോലെ വർഷിപ്പിച്ച് അനേകരുടെ മുകളിൽ വർഷിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ബലാത്കാരനെ തീഷ്ണതയോടെ എനിക്കിത് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വാഞ്ചയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. നമ്മെ നിരാശരാക്കി മടക്കി അയക്കാതെ നമ്മെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആത്മാവിന്റെ ശക്തിയിൽ നിറച്ച് ആമേൻ സ്വതന്ത്രം ദേശത്ത് അനുഗ്രഹമായി മാറത്തക്കവണ്ണം അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ, ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ, ആമേൻ സ്വതന്ത്രം പൗലോസ് അപ്പോസ്തലനെ അനുഗ്രഹിച്ചതുപോലെ, പത്രോസ് അപ്പോസ്തലനെ അനുഗ്രഹിച്ചതുപോലെ ഈ ദേശത്തിൽ നിന്നും ദൈവദാസന്മാരെ ഉയർത്തുവാനും മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും പ്രാപ്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആമേൻ സ്വതന്ത്രം ഈ ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നാം ദൈവസന്നിധിയിൽ സ്റ്റെപ്പ് വയ്ക്കുക. ആമേൻ സ്വതന്ത്രം ദൈവിക അനുഗ്രഹങ്ങളെ ബലാത്കാരേണ പ്രാപിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ അനുവദിച്ച ദൈവത്തോളം നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ദൈവശബ്ദം, ഹല്ലേലൂയ. ദൈവിക ദൂത് കർത്താവിൽ ബഹുമാനിയ ദേവദാസൻ ഡാനിയൽ പാസ്റ്റർ, ഹല്ലേലൂയ, കൊല്ലം നമുക്ക് തക്കവണ്ണമിടയായി സ്വർഗരാജ്യം, ഹല്ലേലൂയ, ബലാത്കാരം ചെയ്യുന്നവർ അത് ദൈവത്തിന്റെ സ്നേഹവും ആഗ്രഹവും ആണ്. കർത്താവിന്റെ ദാസൻ, ഹല്ലേലൂയ, കുവൈറ്റിനോടുള്ള ബന്ധത്തിൽ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തായിരിക്കുന്നുള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം മടങ്ങിപ്പോകാൻ തക്കവണ്ണമിടയാകും. ദൈവവചനം, ദൈവിക ദൂത് കർത്താവിന്റെ ദാസനോട് കേൾപ്പാൻ തക്കവണ്ണമിടയായി ഞങ്ങൾ വളരെ സ്നേഹത്തോട് ആദരവോട് അദ്ദേഹത്തെ ഹല്ലേലൂയന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാം ഒരുമിച്ച് ഹല്ലേലൂയ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ യാത്രകൾക്കുള്ള മറ്റ് തടസ്സങ്ങൾ എല്ലാം മാറി അദ്ദേഹത്തെ വരുന്ന ആളുകൾ വളരെ അനുഗ്രഹത്തോട്, വളരെ ശക്തിയോട്, വളരെ ബലത്തോട് ഹല്ലേലൂയ താനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഹല്ലേലൂയ ദൈവവചനം ഘോഷിപ്പാൻ, ദൈവത്തിന് വേണ്ടി ദൈവിക രാജ്യം ബലാത്കാരം ചെയ്യുവാൻ, സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുവാൻ അനേകരെ ഹല്ലേലൂയ തകർച്ചയിലായിരിക്കുന്നതിലേക്ക് ദൈവിക ദൂത് കൊടുത്ത് ബലപ്പെടുത്തി കൊണ്ടുവരുവാൻ കർത്താവിന്റെ ദാസൻ ദൈവം ഉപയോഗിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹവും വിലയേറിയതുമായ നല്ല നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ദാസൻ ഹല്ലേലൂയ കുവൈറ്റ് രാജ്യത്ത് ആയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ദാസൻ ഹല്ലേലൂയ ഈ അടുത്ത ദിവസങ്ങളിൽ മടങ്ങിപ്പോകും. അതിനായിട്ടുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ സഹായവും ശക്തിയും ബലവും അവിടുന്ന് പറയണമേ. എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റണമേ. താനായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, ഹല്ലേലൂയ ദൈവ വചന ഘോഷണത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അങ്ങനെ ദാസനെ ബലപ്പെടുത്തണമേ, അതിന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കും. ചെയ്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവിക വചനം ഹല്ലേലൂയ കേൾക്കുന്ന, ഹല്ലേലൂയ സ്വദേശത്തും വിദേശത്തുമായിരുന്നു കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന. പ്രിയപ്പെട്ടവർക്ക് രോഗസൗഖ്യമായി, ഒരു വിടുതലായി, ഹല്ലേലൂയ സമാധാനത്തിന്റെ അനുഭവമായി, നിത്യരാജ്യം നഷ്ടപ്പെട്ടു പോകാൻ ഹല്ലേലൂയ ദുഷ്ടമായ പിശാച് തകർത്ത് കളയുവാൻ നോക്കുന്നവരെ ഹല്ലേലൂയ ഉദ്ബോധിച്ച് മടക്കി കൊണ്ടുവരുന്ന ആത്മീയ ദൂതായി മാറട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഹല്ലേലൂയ സഭയായി നിന്ന് പ്രാർത്ഥിക്കാം. തുടരും.